ഈ വീട്ടിൽ വെച്ചാണ് മുതുകുടിയിലെ ഈ വീട്ടിൽ വെച്ചാണ് നബീസയ്ക്ക് വെള്ളിയാഴ്ച ഒരു 11 മണിക്ക് ശേഷം പാമ്പുകടി ഏൽക്കുന്നത്. അവർ 11 മണിക്ക് ശേഷം വീട്ടിനകത്ത് കട്ടിലിൽ വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് പാമ്പുകടി ഏറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നബീസയും നബീസയുടെ മകളുടെ മക്കളും ഉൾപ്പെടെയുള്ള ആളുകളാണ് താമസിക്കുന്നത്. നബീസയുടെ മകൾക്ക് ജോലിയുണ്ട്, അവർ പുറത്തു പോയിരുന്നു. 11 മണിക്ക് ശേഷം നബീസയ്ക്ക് പാമ്പ് കടിയേൽക്കുന്നു. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം മക്കൾ വന്ന സമയത്താണ് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായതായി നബീസ അവരോട് പറയുന്നത്. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ നമുക്കറിയാം കാടുമൂടിയ അവസ്ഥയിലാണ്. അതിൻ്റെ പുറകിലേക്കൊക്കെ ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഈ വീടിന് മുൻഭാഗത്താണ് 2 ജനലുകളുള്ളത്. സൈഡിലേക്കൂടെയൊക്കെ പാമ്പിന് കയറാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളിക്കെട്ടനാണ് കടിച്ചത് എന്നാണ് നമ്മൾ പെരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി ബന്ധപ്പെടുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ ചെറിയൊരു വീടാണ്. ഇതിൻ്റെ പരിസരം എന്ന് പറയുന്നത് കാട് മൂടിയതും ചതുപ്പ് നിറഞ്ഞ പ്രദേശങ്ങളും ഒക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഈ നബീസയുടെ അയൽവാസികളായിട്ടുള്ള ചില ആളുകളുണ്ട്. എപ്പോഴായിരുന്നു ഈ മരണവിവരം അല്ലെങ്കിൽ പാമ്പ് കടിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നത്? പാമ്പ് കടിയേറ്റു എന്ന് പറയുന്നത് ഏകദേശം സന്ധ്യ ആയപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അതിന് മുന്നേ അവർ ഡോക്ടറുടെ കൊണ്ടുപോകാൻ പറഞ്ഞത് പിന്നെ എന്തോ ക്ഷീണം കൊണ്ടുപോകുന്നാണ് പറഞ്ഞത്. പിന്നീട് ഇവിടെ തളിപ്പറമ്പ് പോയതിന് ശേഷം പരിഹാരം എത്തിയതിന് ശേഷമാണ് അറിയുന്നത് പാമ്പ് കടിയാണെന്ന്. ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങളൊക്കെ കൂടിയാണോ? കൂടെയല്ല, ഞാൻ പിന്നെ ഒരു ഓട്ടം കൂടി വന്നിട്ട് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇവർ എടുത്തിട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ശ്രീന. ഏകദേശം എത്ര മണിക്കായിരുന്നു അത്? ഏകദേശം ഒരു 2:30 അടുത്തായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ ചെന്നു, അവിടെയാണ് വണ്ടി വെച്ചത്. അവിടെ പോയാൽ പറഞ്ഞിങ്ങനെ ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തു. പകൽ സമയത്ത് ഇവർ ഒറ്റക്കായിരിക്കും കൂടി ഉണ്ടാവും അല്ലേ? ഒറ്റക്കായിരിക്കും. മക്കൾ സ്കൂളിൽ പോകുന്നതാണ്. ഇപ്പം സ്കൂളിലാണ്, പക്ഷെ എന്നാലും പിള്ളേർ അപ്പുറം ഇപ്പുറം കളിക്കുന്നതാണ്. ചെറിയ കുട്ടികളാണ്. ഇതിപ്പോൾ ഒരു കാടുമൂടിയ പ്രദേശമൊക്കെയാണ്. ഇതിൻ്റെ പുറകിലേക്ക് ഈ ഭാഗത്ത് പാമ്പുകളുടെയൊക്കെ ശല്യം നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിനകത്ത് നല്ല പാമ്പുണ്ട്, അധികം കാണലുണ്ട്. ഈ എന്താ പറയുക അതിൻ്റെ പേര്, പയ്യാന മണ്ഡലി. അതിന് കാണൂല, ഏകദേശം മണ്ണിൻ്റെ ഒരു കളറിലാണ്. ഞാൻ ഇവർ മുന്നേ ഈ വീട്ടുകാർ താമസിക്കുന്ന സമയത്ത് തന്നെ അധികം കാണുന്നതാണ്. അതാണ് ഈ പാമ്പുകടി ഏറ്റതാണ് എന്ന് ആദ്യം ഇവർക്ക് മനസ്സിലായിരുന്നില്ല. ശരീരത്തിന് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. തുടർന്നാണ് മകനോട് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നബീസ പറയുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അവിടെ നടത്തിയ പരിശോധനയിലാണ് വെള്ളിക്കെട്ടനാണ് കടിച്ചത് എന്ന് മനസ്സിലാക്കുന്നത്. വെള്ളിക്കെട്ടൻ കടിച്ചാൽ നാഡിക്കാണ് കടിയേൽക്കുന്നുണ്ടാവുക. അത് വളരെ പെട്ടെന്ന് തന്നെ തലച്ചോറിലേക്ക് എത്തുകയും അസ്വസ്ഥത ഉണ്ടാവുകയൊക്കെ ചെയ്യും എന്ന് ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. അവർക്ക് അവിടെ നിന്ന് ആൻറ്റിവെനം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൽകിയിരുന്നു, ചികിത്സകളൊക്കെ നൽകിയതാണ്. പക്ഷേ ചികിത്സയിലിരിക്കെ വെന്റിലേറ്ററിൽ ഇരിക്കെയാണ് ഇന്ന് പുലർച്ചെ 6 മണിയോടുകൂടി നബീസ മരണപ്പെട്ടത്. രജീഷ് കരിവള്ളൂരിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.